കരങ്ങൾ വീശി ആരാധന യേശുവേ ആരാധന. ചേർന്ന് പാടിക്കൊണ്ട് ആരാധന ആരാധന യേശുവേ യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന സ്നേഹമേ ആരാധന. ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. സൃഷ്ടി സർലോകരാണി കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ബാലാഖമാരുടെ റാണി അമ്മയുടെ മാധ്യസ്ഥം തേടി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. ചേർന്ന് പാടാം. സ്വസ്തി സർലോകരാണി ബാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. ധന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരിതായേ ധന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരിതായേ ആമോദമാർന്നു നീ രക്ഷാ സുഖത്തിൻ നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ ദേവമാതാവേ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതാരം സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ
അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണ പ്രപഞ്ച പ്രകൃതിയത്തിന്റെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ശിവമാല മാതാവ്, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് ദിവ്യകൃപാനയിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്നതിനായ കർത്താവിനോട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ ജീവിത ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് മൗനമായി സമർപ്പിക്കേണ്ട സമയമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച ഓരോ വിഷയവും ദിവ്യ ഈശോയെ സാധിച്ചു തരുവാൻ കനിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങള് കർത്താവേ, ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് വിവിധ ജില്ലകളിൽ നിന്ന് ഉടമ്പടി സമർപ്പിച്ചുള്ള മക്കള്, ഇപ്പോൾ യൂട്യൂബിലൊരു ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവായ ദൈവമേ, കൃപാസന മൽത്താരിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ നിയോഗങ്ങൾ എത്തിച്ചവരുടെ ഈശോയെ അങ്ങ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാക്ഷ്യങ്ങളിലെ രണ്ട് സാക്ഷ്യങ്ങൾ ഉടമ്പടിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കാതെ ഒടുവിൽ ബോധ്യം കിട്ടിയ സഹോദരങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളുടെ പരിചിന്തനത്തിന് വിധേയമാക്കുന്നത്. കർത്താവിൻ്റെ വചനം കേൾക്കുക, ശ്രദ്ധിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വലിയ അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി, കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കാരണം പുതിയ പുസ്തകത്തിന് 260 പേജാണ് ഉണ്ടാകുന്നത്. അതായത് ഓരോ ദിവസം ചെല്ലുന്തോറും ഉടമ്പടിയുടെ വിശദാംശങ്ങൾ, ഉടമ്പടിയിൽ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും വലിയ അടയാളങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കുന്നത്, അതിൻ്റെ ഓരോ ജ്ഞാനസൂത്രങ്ങളാണ് നമ്മൾക്ക് ഓരോ ധ്യാനത്തിലും ഈശോ പ്രത്യേകമായി നമുക്ക്. ഇപ്പോൾ 16-ാം സങ്കീർത്തനത്തിൽ എന്താ പറയണത്? രാത്രി മുഴുവനും എൻ്റെ അന്തരംഗത്തെ അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങ് നിറച്ചു വന്ന്. ഈ പുസ്തകം ഒന്ന് എഴുതണത് ഒന്നും വായിച്ചിട്ടല്ല എഴുതണത്, വായിക്കും. മാക്സിമം വായിക്കണത് വത്തിക്കാൻ സൂനദോസം ഡിഗ്രി വായിക്കും, പിന്നെ വായിക്കണത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചേർച്ച് വായിക്കും. കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്ന പുതിയ പ്രാർത്ഥന സഭയുടെ നിലവിലുള്ള പ്രബോധനങ്ങളെ അതിലംഘിക്കുകയോ അതിന് വിരുദ്ധമായിട്ട് വരികയോ ചെയ്യുന്നുണ്ടെന്ന് മതം നോക്കത്തുള്ളൂ. എന്ത് നോക്കിയാലും കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചേർച്ച് നോക്കും. അതാണ് സഭയുടെ പ്രാമാണിക ഗ്രന്ഥം. ബിബ്ലിക്കൽ റെഫറൻസ് വരുമ്പോൾ ജെറോം ബിബ്ലിക്കൽ കമൻട്രി നോക്കും. അതാണ് പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ള സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനമുള്ളത്. ഇങ്ങനെ സഭയുടെ ഒഫീഷ്യൽ ബുക്കുകൾ മാത്രമേ വായിക്കത്തുള്ളൂ. ബാക്കി ദൈവശാസ്ത്ര പുസ്തകങ്ങൾ, മറ്റു തരത്തിലുള്ള പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല. ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തി കഴിയുമ്പോൾ ആ വെളിപ്പെടുത്തിയ വിഷയങ്ങൾ നിലവിലുള്ള വിഷയങ്ങളുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കുന്നുണ്ടോ, നിലവിലുള്ള ദൈവശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പൊരുത്തം കുറവുണ്ടായാൽ അത് പിതാവിനെ കൊണ്ട് എഴുതി കൊടുക്കും. പിന്നെ പിതാവുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യും. ജെയിംസ് ആനാപ്രമേൽ പിതാവുമായിട്ട് 2.5 മണിക്കൂറാണ് ഒരു ദിവസം ഉടമ്പടി വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തത്. കാര്യം നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം സഭയുടെ പഠനങ്ങളോട് പൂർണ്ണമായി യോജിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പ്രവർത്തിക്കത്തില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി പുസ്തകത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രമാണികമായ ഗ്രന്ഥത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിന്റെ ദൈവികമായ കർത്താവായ ദൈവമേ, സഭയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാൻ പ്രബോധിച്ച് നന്ദി പറയുന്നു. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണമാക്കണമെന്ന് കർത്താവേ, വായിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെയും അമ്മ മാതാവിൻ്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അപർണ മരിയ ബിനു. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവ് ഈശോ എനിക്ക് തന്ന വലിയ ഒരു, എത്ര കോടാനുകൂടെ നന്ദി പറഞ്ഞാലും മതിയാവാത്തോളം ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത്. അതിനെ അതുപോലെ ഞാൻ വിശ്വസിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. അതുപോലെ തന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ മേഖല, ഞാൻ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്നലെ ഗ്രാജുവേറ്റായി. അതുപോലെ തന്നെ ഞാൻ 4 വർഷമാണ് ഞങ്ങൾക്കുള്ളത്. ആ 4 വർഷം, ആദ്യത്തെ വർഷവും 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും കൂട്ടി ഞങ്ങൾക്ക് 5 സബ്ജക്റ്റ് വെച്ച് 15 സപ്ലി എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കയറിയപ്പം ആദ്യ സപ്ലി പോയി. അത് വീട്ടുകാർ പറഞ്ഞു പോട്ടെ, സാരമില്ല, വിഷമിക്കേണ്ട, നമുക്ക് ആദ്യമായിട്ടാണ്, എനിക്കിഷ്ടമില്ലാതെ എടുത്ത കോഴ്സും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2ാമത്തെ വർഷത്തിൻ്റെ അതിൻ്റെ സപ്ലി വന്നപ്പോഴും പിന്നെയും പോയി. പിന്നെ 2ാമത്തെ വർഷത്തിൻ്റെ എക്സാം വന്നപ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി. അങ്ങനെ അതുമായി. പിന്നെ അത് സപ്ലി അടിച്ചു. പിന്നെ 3-4 പ്രാവശ്യം അടുപ്പിച്ച് സപ്ലി അടിച്ചു, കിട്ടുന്നില്ല.
പിന്നെ അവസാനം എൻ്റെ നിരാശ കണ്ട് ഞാൻ കരഞ്ഞ് ഒരു വഴിയായി എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ മാതാവിൻ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടി എടുക്കാൻ. എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അവൾ എനിക്ക് വിശദമായിട്ട് ഉടമ്പടി എന്താ എങ്ങനെയാന്നൊക്കെ ബ്രീഫായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അത് പറഞ്ഞ് പിന്നെ ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഡിസംബർ 19 2023 വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ആശയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ, എൻ്റെ അമ്മയുടെ അടുത്ത് വരണം എന്ന ആശയോടെ ഞാൻ വന്നു. എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നേ പോലും സാഹചര്യം കണ്ടെത്തി വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു പോയി. എനിക്ക് ജനുവരി ഒക്കെ ആയപ്പോൾ എക്സാം വന്നപ്പം നോക്കിയപ്പം 3-ാം വർഷത്തിൻ്റെ എക്സാം തുടങ്ങി. ആ 3-ാം വർഷം തന്നെ 4 സബ്ജക്റ്റ്. അപ്പം ഈ എല്ലാം കൂടെ ആയപ്പോൾ 15 സബ്ജക്റ്റ് ഒറ്റ ആഴ്ച തന്നെ 2 ആഴ്ച കൂട്ടി. അപ്പം എനിക്കറിയില്ലാതെ ഞാൻ എങ്ങനെ അത് ഉൾക്കൊള്ളും, എങ്ങനെ അത് പഠിക്കുമെന്നോ ഒരു ധാരണ എനിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മേനെയും ഈശോനെയും മുറുകെ പിടിച്ചു. എന്നും വായിട്ട് നിലവിളിച്ച് ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എന്നെ രക്ഷപ്പെടുത്ത്. ഞാൻ കാരണം എൻ്റെ അമ്മ എത്രത്തോളം കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. കാരണം അതുപോലെ എൻ്റെ അമ്മ എൻ്റെ സപ്ലിയുടെ കാര്യം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് എനിക്ക് ആകെ മനം തോന്നുന്നു. ഞാൻ നെഞ്ചുപൊട്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഈശോനെ ഞാൻ വിളിച്ച് കരഞ്ഞു. അതുപോലെ തന്നെ എക്സാം വന്നു. ആദ്യത്തെ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി ഭയങ്കര പാടായിരുന്നു. ഞാൻ റൂമിൽ വന്ന് കിടന്ന് കരഞ്ഞു. പിന്നെ അമ്മയുടെ അടുത്ത് കുറേ നേരം എനിക്കൊരാശ്വാസത്തിന് ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, കാരണം ഇത്രത്തോളമായി, കുറേ ആയി, ഇത്ര സപ്ലി ആയി, ഇനി എനിക്ക് നാണം കെടാനൊന്നുമില്ല. കാരണം വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും എല്ലാം പരിഹസിച്ച് ഒരുമാതിരി ആയിരിക്കുമായിരുന്നു. വെളിയിലിറങ്ങി ചോദിക്കും, മോളെ പരീക്ഷ ക്ലിയറാക്കിയോ ഇത് കേൾക്കുമ്പോൾ ഉള്ളൊരു മനപ്രയാസം അത് പറഞ്ഞറിയാം. ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിന് അറിയാം എൻ്റെ വേദന എത്രത്തോളമായിരിക്കുമെന്ന്. സപ്ലി അനുഭവിച്ച ഓരോ മനുഷ്യർക്കും അറിയാം. അതുകൊണ്ട് ഇത്ര സപ്ലി ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇത്രമാത്രം സപ്ലി ഉണ്ടെന്ന് പോലും ഞാൻ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. സപ്ലി ഉണ്ടെന്നറിയാം, പക്ഷേ 15ഓളം സപ്ലി ഉണ്ടായിരുന്നെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. എല്ലാം എഴുതിയെടുത്ത് എൻ്റെ അമ്മ എനിക്ക് നേടിത്തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ 2നും കൽപ്പിച്ച്. എൻ്റെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു, നീ 2 വർഷം എഴുതിയാൽ മതി, 3-ാമത്തെ വർഷം ഇപ്പം വിട്ടേക്ക്, അതിപ്പോൾ എഴുതണ്ട. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. എൻ്റെ അമ്മയെ വിശ്വസിച്ച് ഞാൻ എഴുതുമെന്ന് പറഞ്ഞ് ഞാൻ 3 വർഷത്തെ എക്സാം അടുപ്പിച്ച എക്സാം ആയിരുന്നു. ലീവും ഇല്ല, ഒരു ദിവസം തന്നെ 2 എക്സാം. അതും നേഴ്സിംഗൊക്കെ എന്ന് പറയുമ്പം നല്ല ടഫാണ് പഠിക്കാൻ. ഉറക്കവും ഇല്ല, ഒന്നുമില്ല. എനിക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയിരുന്നു ആ ഒരാഴ്ച കൊണ്ട്. വീട്ടിലും വിളി കുറവാ. എല്ലാം കൊണ്ടും അമ്മയോട് വിളിക്കുമ്പം ഉള്ളി സങ്കടം ഒതുക്കിയിട്ട് ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നു മൊത്തത്തിൽ. പിന്നെ അവസാനം ഞാൻ എക്സാം എല്ലാം പോയി അറ്റൻഡ് ചെയ്തു, എഴുതി. 1 മാസമായിട്ട് റിസൾട്ട് വന്നില്ല. പിന്നെ എനിക്ക് OBG 4th ഇയർ എത്തി. OBG പോസ്റ്റിംഗ് നടക്കുന്ന സമയമാണ്. കാരണം ഇനി ഞങ്ങൾക്ക് 2 അറ്റംപ്റ്റേ ഉള്ളൂ. ആ 1 അറ്റംപ്റ്റ് പാസ്സായില്ലെങ്കിൽ എൻ്റെ ബാച്ചിനോടൊപ്പം എനിക്ക് 4th ഇയർ കയറാൻ പറ്റത്തുമില്ല, ഗ്രാജുവേറ്റ് ആകാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുനാളിലുള്ള സ്വപ്നമായി എനിക്ക് ഈ വീഡിയോസ് വഴിയാണെങ്കിലും ഈ ഗ്രാജുവേറ്റ് ആകണം, ഈ തൊപ്പി വെച്ച് ഈ കോട്ടിട്ടൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സ്റ്റേജിൽ നിൽക്കണമെന്ന് എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കത് സാധിക്കാൻ പറ്റില്ലെന്നൊക്കെ അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ ഈ സപ്ലി വന്നപ്പം. അങ്ങ് വിചാരിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ലായിരുന്നു എൻ്റെ ഗ്രാജുവേഷനൊന്നും. അങ്ങനെ റിസൾട്ട് OBG നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് റിസൾട്ട് ഫസ്റ്റ് ഇയറിൻ്റെ 3rd ഇയറിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ടെൻഷൻ കാരണം എനിക്ക് നോക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായി. ഞാൻ അവിടെ മുറി ഒരു നഴ്സസ് റൂമിൽ കഥ അടച്ചിരുന്ന് 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് നിരശുവേ പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ എൻ്റെ കാശ് രൂപ ഇറുക്കി പിടിച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതിയപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. ഉപ്പ് വെതറി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ കാശ് രൂപം വെച്ച് ഞാൻ ഫ്രീ കിട്ടിയ സമയത്തെല്ലാം അത് വെച്ച് പ്രാർത്ഥിച്ച് കുറേ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അമ്മേനെ മനസ്സുരേക്ക് ഞാൻ വിളിച്ച് ഞാൻ ആ പേപ്പർ കൊടുത്തിരുന്നത്. എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ ഫുൾ സബ്ജക്റ്റ് ക്ലിയറായി. അതുപോലെ തന്നെ 3-ാം വർഷത്തിൻ്റെ റിസൾട്ട് വന്നപ്പം ആകെ ഒരു സബ്ജക്റ്റിനെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ആയിരുന്നു. അതിന് മാത്രം പോയി. ബാക്കി ലീവ് കിട്ടാത്ത എല്ലാ സബ്ജക്റ്റും പാസ്സായി. അപ്പോൾ ആ 2 വർഷം ക്ലിയറായി. ആ ഒരു എക്സാമിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ 2-ാം വർഷത്തിൻ്റെ റിസൾട്ട് വന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത്. അത് കഴിഞ്ഞ്
ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പം ഇങ്ങനെ റിസൾട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ റിസൾട്ട് എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് വരുന്നുമില്ല. എൻ്റെ കൂട്ടുകാരാണ് എടുത്തെന്നെ കാണിച്ചത്. അത് മുഴുവൻ പാസ്സായി. അങ്ങനെ ഇനി ഈ 15 വിഷയത്തിൽ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രമേ എനിക്ക് പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എനിക്ക് ഒരു വിഷമമില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് കരഞ്ഞ് എത്രത്തോളം നന്ദി പറഞ്ഞെന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു ആ ഡേ ഫുള്ളും. എനിക്ക് എങ്ങനെ അതുപോലെ തന്നെ പിന്നെ ഒരു എക്സാം വന്നു. അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, പുതുക്കണമായിരുന്നു. പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അമ്മേനെ കണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയത്. എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ വന്നിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു സബ്ജക്റ്റും കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അമ്മയുടെ ആ സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. കാരണം 4th ഇയർ എൻ്റെ പിള്ളേർ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ ഇരിക്കുമെന്നോ 4th ഇയർ എക്സാം എഴുതുന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എനിക്ക് 4th ഇയർ എക്സാം എഴുതാനുള്ള അനുവാദം കിട്ടി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു കമ്മ്യൂണിറ്റിയും OBGയും പിന്നെ മാനേജ്മെൻറ്റുമാണ് ഞങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഒരു സബ്ജക്റ്റിന് IA കുറവാണെന്ന് പറഞ്ഞ് ആ സാറാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീനിയേഴ്സിനെ പോലും എക്സാം ഒരു കാരണവശാലും എഴുതിപ്പിക്കലെന്ന് പറഞ്ഞ് എഴുതിപ്പിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ഒരു മാർക്കിന് വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്ര എത്തിച്ചത് നീയാ. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിന്നോട് പറയാം, അമ്മ ഇതിന് എങ്ങനെ ഒരൊറ്റ മാർക്ക് എനിക്ക് കൂട്ടിത്താ, അല്ലെങ്കിൽ ഞാൻ 4th ഇയർ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഇരുന്നതിന് ഞാൻ എഴുതത്തില്ല. ഇത്രയും എത്തിച്ചിട്ട് അമ്മ ഇനി വീണ്ടും എന്നെ നിരാശയാക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു ദിവസം ഞാൻ പിന്നെ സാറിൻ്റെ പുറകെ നടന്നിട്ട് സാറ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, എക്സാം എഴുതാൻ പറ്റില്ല ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിച്ച് വിടുമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ലാസ്റ്റ് ഡേ ആയിരുന്നു. സാറിൻ്റെ അടുത്ത് പോയി സാറിനോട് ചോദിച്ചു, സാറ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, എനിക്ക് ഒരു മാർക്ക് കിട്ടിയാൽ മതി. അങ്ങനെ പറഞ്ഞ് എന്തോ ഒരു ബ്ലഡ് ഡൊണേഷൻ വന്നു. ആ ഒരു ഡൊണേഷൻ കൊടുത്തതിൻ്റെ ഒരു മാർക്കും കയറി. പിന്നെ എന്നോട് സാറ് പറഞ്ഞു, നിനക്ക് പറ്റുവാണെങ്കിൽ നിൻ്റെ മോഡൽ എക്സാം നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ഒരു മാർക്ക് കൂടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ എഴുതിക്കൊണ്ട് വന്നു. അത് സാർ എങ്ങനെ അത് പറയുന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. സാർ ഇരിക്കുന്ന സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് കയറിപ്പോയിരുന്നത്. അതിന് മുന്നേ ചോദിച്ചിട്ട് ഒന്നും എനിക്ക് ഒരു റിപ്ലൈയും തന്നിരുന്നില്ല. ആ ഉപ്പിട്ട് എൻ്റെ മാതാവിൻ്റെ ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. പിന്നെ ഞാൻ എലിജിബിളായി, എക്സാം എഴുതി. 4th ഇയറിൻ്റെ റിസൾട്ട് 4th ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫ്. കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടേ മറന്നു പോകുന്ന പ്രശ്നമുള്ളത് കൊണ്ട് താനും മറന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇത്ര എത്തിച്ചില്ലേ, നീ നോക്കിക്കോ, ഞാൻ മടുത്തു, ഇനി എന്നെക്കൊണ്ട് ഞാൻ പറ്റുന്ന അത്ര നോക്കുന്നുണ്ട്, ബാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ റിസൾട്ട് വന്നു. മാതാവിൻ്റെ കൃപ അതിനകത്ത് തെളിയിച്ച് കാണിച്ച് അതിനകത്ത് തന്നിരുന്നു. അതായത് ഞാൻ ആ കമ്മ്യൂണിറ്റി എക്സാമിന് 38 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടിയിരുന്നത്. ആ 38 കുറവാണെങ്കിൽ ഞാൻ ഫെയിലായിരുന്നു. 5 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് എനിക്കത് കയറി. ഞാൻ ആ സബ്ജക്റ്റ് ഫുള്ളും പാസ്സായി. മിനിഞ്ഞാന്നായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. മാതാവ് ഈ 15 സപ്ലിന്നും ഈ ഒത്തിരി നാണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നാണക്കേടാ. നാട്ടുകാരും വീട്ടുകാരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്ത് പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് വട്ടാണോ, നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ എന്ന് വരെ പറഞ്ഞു. എന്നെ പുച്ഛിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയും എൻ്റെ ഈശോയാണ് എനിക്ക് എന്നുള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞു. ആ ഉത്തരം ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്നലെ എൻ്റെ ഗ്രാജുവേഷനായിരുന്നു. അത് കഴിഞ്ഞു. എൻ്റെ മാതാവ് ആ തൊപ്പിയും ആ ഗൗണും ഇട്ടുള്ള എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ജീവിതത്തിൽ മറക്കാനാവത്തില്ല. കാരണം അതുപോലെ ആഗ്രഹിച്ചൊരു നിമിഷമായിരുന്നു. എനിക്ക് ജോലി കിട്ടിയപ്പോലും ഇത്ര സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഗ്രാജുവേഷനായിരുന്നു. അതോടൊപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ എൻ്റെ അമ്മ നിൻ്റെ അടുത്ത് വന്ന് ഇത് കാണിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും അമ്മ സാധിച്ചു. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. വെളുപ്പിന് ഇവിടെ എത്തി. ഇത് അമ്മേനെ കാണിച്ചു, സാക്ഷ്യവും പറഞ്ഞു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി പറയാനുള്ളത്, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമായിരുന്നു.
ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഈ ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എത്രത്തോളം പഠിച്ചെന്ന് പറഞ്ഞാലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോവും. എനിക്കൊന്നും ചെയ്യാനുള്ള കോൺസെൻട്രേഷനോ ഒരിന്ന് കിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് കാറിലും അവിടെ ഗ്രൗണ്ടിലും എല്ലാം മാതാവിൻ്റെ ഉപ്പും തൈലം വെച്ച് സ്റ്റീറിങ്ങിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം വെച്ച് ഞാൻ തുടങ്ങി. ആദ്യമുള്ള എല്ലാ സ്റ്റെപ്സും കിട്ടി. എച്ചെടുത്തു. അത് കഴിഞ്ഞ് മെയിൻ റോഡ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മാതാവ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ നിൻ്റെ രൂപത്തിൽ ആരെങ്കിലും വാ, എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, അല്ല ശരിയാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ രൂപത്തിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നു. സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് തന്നെ ആദ്യമേ തന്നെ ഫൗൾ അടിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ തൊട്ട് മുന്നേ കയറിയ പുള്ളി സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പുള്ളീനെ ഔട്ടാക്കി. പക്ഷെ ഞാൻ കയറിയപ്പോഴേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഇങ്ങനെ എന്തോ വീട്ടുകാർ ചോദിച്ചപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ പപ്പാനെ അറിയാം, നീ എൻ്റെ പപ്പയുടെ ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇടാത്ത കാര്യം പുള്ളി നോട്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് പറഞ്ഞു, നീ എന്ത് സീറ്റ് ബെൽറ്റ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോൾ എനിക്ക് ഉത്തരവില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളായതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ലൈസൻസും എല്ലാം കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ആധാർ കാർഡും പാസ്പോർട്ടിനും ഭയങ്കര തടസ്സമായിരുന്നു. അതിൻ്റെ ആധാർ കാർഡിൻ്റെ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, മരിയ എന്നുള്ളതിൽ. അത് മാറ്റാൻ ഞാൻ 1 മാസത്തോളം അക്ഷയ കയറി ഇറങ്ങി നടന്നു. ഒരു ഉത്തരം കിട്ടുന്നില്ല. നാളെ വാ എന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ചെന്നപ്പോൾ എല്ലാം ഒറ്റയടിക്ക് പാൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ് എല്ലാം ഒറ്റയടിക്ക് മാതാവ് ശരിയാക്കി തന്നു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി ഞങ്ങളുടെ ഫൈനൽ എക്സാം, ഈ 4th ഇയറിൻ്റെ ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് താനും അവൾക്ക് ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി. വേദന കാരണം അവൾ കിടന്നു പൊളയുമായിരുന്നു. അത്രമേൽ സഹിക്കുന്ന കൊച്ചാ വേദനകൾ. പക്ഷേ അവൾക്ക് സഹിക്കാനാവാതെ കിടന്ന് കരഞ്ഞു. എൻ്റെ മനസ്സിൽ അന്നേരം ഓടിയെത്തത് എൻ്റെ അമ്മയുടെ ഉപ്പും തൈലവുമായിരുന്നു. ഞാനത് തൈലം കൊണ്ട് അവളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കി അവളെ കുടിപ്പിച്ചു. ഒരു 15 മിനിറ്റ് പോലും എടുത്തില്ല. ആ വേദന അവിടെ ശമിച്ചു. പിന്നെ അവളങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ പറഞ്ഞാലൊന്നും തീരത്തില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ, ദിവസവും അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഓരോ പ്രതിസന്ധി വരുമ്പോഴും മാതാവ് എങ്ങനെ അനുഗ്രഹിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ നടന്ന് മാതാവ് ഈശോ എന്നെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നടക്കുക. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്ത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വഴിയരികിൽ കാണുന്ന അമ്മമാരെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഓർമ്മ വരുന്നത്. അത് എൻ്റെ അമ്മയും എന്നെ ഓർമ്മ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും, പൈസ കൊടുക്കും. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ 10 രൂപയുള്ളെങ്കിലും അത് കൊടുക്കും. പക്ഷേ ഒന്നും ഇല്ലാത്ത നമ്മൾ സ്ഥിതിയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അങ്ങളുടെ രീതിയിലാണോ 5000 ചിലപ്പോൾ 2000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്ന കാണാം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രവിതരണം, ബസ് സ്റ്റാൻഡിലും ബസ് വഴി പോകുമ്പോഴും കൂട്ടുകാരുടെ ഇടയ്ക്കും എല്ലായിടത്തും പത്രം വിതരണം ചെയ്യും. അതുപോലെ തന്നെ പള്ളിയിൽ അരികിൽ വെച്ചിരിക്കും കുറേ കെട്ട് പത്രം വെറുതെ വെച്ചിരിക്കുന്ന കാണുവാണെങ്കിൽ അത് ഞാൻ എടുത്ത് ഓരോ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 4th ഇയർ എക്സാം എഴുതുന്നതിന് മുമ്പ്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. മെഴുകുതിരി ആണെങ്കിലും സൈഡിൽ റൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുപോലെ എനിക്കൊരു ഉത്തരം താമ ടെൻഷനായിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ജീവിതകാലം മൊത്തം 4 വർഷം, ഈ 3 വർഷം ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു, ഒത്തിരി കരഞ്ഞു. ഈ ഒരു വർഷമെങ്കിലും എനിക്ക് ഇച്ചിരി മനസ്സമാധാനം തരാം എന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറന്നില്ല. അതിനു മുന്നേ എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അന്നേ എനിക്ക് മാതാവിൻ്റെ ഉത്തരം തന്നിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഞാൻ ആ അക്കനെ ഒരു തുടയ്ക്കുന്ന ഒരു ആൻറ്റിയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഫ്ലോർ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ആൻറ്റി. ഞാനാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ തുടങ്ങുകയും ഡോറ് തുറക്കുകയും ആ ആൻറ്റി എൻ്റെ പുറകിൽ നിന്ന് വിളിച്ചു, മോളെ നീ പാസ്സാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ദിവസം എക്സാമിൻ്റെ റിസൾട്ട് എടുക്കാറായപ്പോൾ വീണ്ടും ആ അമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ പാസ്സാ നീ പേടിക്കണ്ട. അതുപോലെ തന്നെ പാസ്സാവുകയും ചെയ്തു. മാതാവിനെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തന്ന ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു.